വാത്സല്യമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് മംഗളവാർത്ത കാലത്തെ ആദ്യത്തെ സന്തോഷ വാർത്ത. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന യോഹന്നാൻ ജനനത്തെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം 57 തുടങ്ങി 66 വരെയുള്ള തിരുവചനങ്ങൾ. എലിസബത്ത് പ്രസവിച്ച കുഞ്ഞിന് എന്ത് പേരിടണമെന്നതിനെക്കുറിച്ച് വലിയ തർക്കമുണ്ടായി. എലിസബത്ത് പറഞ്ഞു അവനെ യോഹന്നാൻ എന്ന് പേരിടണം. അവർ പറഞ്ഞു നിന്റെ ചാർച്ചക്കാരിൽ ആർക്കും ആ പേരില്ല. സക്രിയയോട് ചോദിച്ചപ്പോൾ സക്രിയ എഴുത്തുപലക ആവശ്യപ്പെട്ടു. അതിലയാൾ എഴുതി അവൻ യോഹന്നാൻ എന്ന് പേര് വിളിക്കപ്പെടുന്നു. ആ നിമിഷം അവൻ്റെ കെട്ടുകൾ അഴിഞ്ഞു. അവൻ സ്വതന്ത്രനായി. അവൻ ദൈവത്തെ പ്രഘോഷിച്ചു, ദൈവത്തെ പ്രകീർത്തിച്ചു. യോഹന്നാൻ എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനമെന്നാണ്. മൂകനായ സക്രിയ കെട്ടുകൾ അഴിക്കപ്പെട്ടവനാകുന്നത് ദൈവത്തിൻ്റെ സമ്മാനം തിരിച്ചറിയാൻ അവന് കഴിഞ്ഞത് കൊണ്ടാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ഒരു തിരുവചനമുണ്ട്. ഗദറായുടെ നാട്ടിലെ കർത്താവ് കണ്ടുമുട്ടിയ പിശാചുബാധനോട് കർത്താവ് പറയുന്നുണ്ട്, നീ നിന്റെ വീട്ടിലേക്ക് പോകുക, ദൈവം നിനക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവരോടും നീ അറിയിക്കുക. സ്നേഹമുള്ള ഒരു ക്രിസ്മസ് ഒരു സന്തോഷമാകുന്നത് നമുക്ക് നമ്മളെ തന്നെ സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ്. നമ്മുടെ ജീവിതം വലിയൊരു ക്രിസ്മസാണ്. അതൊരു യോഹന്നാൻ്റെ തുടർച്ചയാണ്. ദൈവം നൽകുന്ന ദാനം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സാമർത്ഥ്യം, നമ്മുടെ സിദ്ധികൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞാൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. വാട്ട് ഐ ഹാവ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ്. വാട്ട് ഐ ബിക്കം ഈസ് എ ഗിഫ്റ്റ് ബാക്ക് ടു ഗാഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.